അഡ്വക്കേറ്റ് വസന്ത് സിറേക്കിലേക്കാണ്. വസന്ത് സിറേക്ക്, ഈ KPCCയുടെ ഒക്കെ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പെട്ട് ജീവൻ വെടിയേണ്ടി വരുന്ന ആദ്യത്തെ ആളല്ല ഈ പറയുന്ന വിജയൻ, വയനാട്ടിലെ വിജയൻ. നമ്മൾ നോക്കൂ, KPCC മുൻ ട്രഷറർ വി പ്രതാപചന്ദ്രൻ 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് മരണമുണ്ടായി. ആ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. KPCCക്കെതിരെ KPCC ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം സമ്മർദ്ദം അദ്ദേഹത്തിൽ ചെലുത്തി. അദ്ദേഹത്തിന് ഒരു തരത്തിലും നിലനിൽക്കാൻ കഴിയാതെ, ഈ KPCCയുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണമുണ്ടായത് എന്നൊക്കെ കുടുംബം പറയുന്നുണ്ടായിരുന്നു. ഈ പ്രതാപചന്ദ്രൻ്റെ മരണത്തിന് കാരണക്കാരായ ആളുകളുടെ പേരിൽ പോലീസിൽ പരാതിയും നൽകി. പക്ഷേ കെ സുധാകരൻ ഇടപെട്ടുകൊണ്ട് അങ്ങനെ പ്രതാപചന്ദ്രൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആരും പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി. ബന്ധുക്കളെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുകയും ചെയ്തു. അതെന്തായി? ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിന്ന ആളുകൾ വളരെ കൃത്യമായി പാർട്ടിയിൽ ഉണ്ടല്ലോ. അപ്പോൾ KPCC ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നത് ആരെയും സംരക്ഷിക്കില്ല എന്നൊരു സന്ദേശം വളരെ കൃത്യമായി നൽകുന്നുണ്ട്. മറ്റൊന്നാണ് മുണ്ടേല മോഹനനും തിരുവനന്തപുരം DCCയും തമ്മിലുള്ള തർക്കം നമുക്കറിയാം. ആ മുണ്ടേല മോഹനൻ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായില്ലേ? അപ്പോൾ KPCC അണികൾക്ക്, നേതാക്കൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ് ഇതിലൂടെ? നീലിമ അങ്ങേക്ക് ഉത്തരം പറയാം. അതിനു മുമ്പ് പ്രമോദ് വക്കീലിന്റെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അദ്ദേഹം ചോദിച്ചത് IC ബാലകൃഷ്ണനെതിരെയുള്ള പരാതിയിന്മേലല്ലേ KPCC അന്വേഷണ കമ്മീഷനെ വെച്ചത്? അല്ല. IC ബാലകൃഷ്ണനെതിരെ ഒരു പരാതി പോലും, ഒരു നെല്ലിട പരാതി പോലും ഉണ്ടായിട്ടില്ല. വിജയൻ ചേട്ടൻ അടക്കമുള്ളവർ ഉന്നയിക്കപ്പെട്ടു എന്ന് പറയുന്ന പരാതി ആ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്, ആ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ടാണ് KPCC ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്. KPCC വെക്കാൻ കാരണം ജില്ലയിലെ ചാർജുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KE വിനയൻ അടക്കമുള്ളവരെ നിയോഗിച്ചുകൊണ്ട് കമ്മിറ്റി വെക്കുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാവും. ഞങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന, ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ സണ്ണി ആവട്ടെ, CPM പോയി മത്സരിച്ച IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ച ആൾക്കാരാവട്ടെ, ഇവരൊക്കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ കൂടിയാണ്. അങ്ങനെയുള്ളവർ ഉൾപ്പെടുന്ന കേസുണ്ടാകുമ്പോൾ DCC വെക്കുന്ന അന്വേഷണ കമ്മീഷൻ പോരാ എന്നതുകൊണ്ടാണ് KPCC തന്നെ നേരിട്ടൊരു അന്വേഷണ കമ്മീഷനെ വെച്ചത്. ആ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ ഉള്ള പരാതി, അല്ലെങ്കിൽ ആ അന്വേഷണ കമ്മീഷൻ ഉണ്ടാവാനുള്ള കാരണം വിജയേട്ടന്റെ പരാതിയല്ല. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളൂ. അതിനകത്താണ് ഞങ്ങൾ ക്ലാരിറ്റി വരുത്തുന്നത്. 2, അങ്ങനെ ഒരു പരാതി ഉണ്ടായി എന്നിരിക്കട്ടെ. ഇനി വിജയേട്ടൻ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ DCCയുടെ മിനിറ്റ്സിൽ ഉറത്തും അദ്ദേഹത്തിന്റെ പരാതി കാണുന്നില്ല, എന്നാൽ മറ്റു പലരുടെയും പരാതി ഉണ്ടെന്നാണ്. ആ പരാതിയിന്മേൽ ഒരിടത്തു പോലും വിജയേട്ടനോ അദ്ദേഹത്തിന്റെ മകനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഒരിക്കൽ പോലും ഈ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ എത്തിയില്ല. ഇനി എത്തിയില്ല എന്നിരിക്കട്ടെ. ഇനി അതൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ മരണമുണ്ടായല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബം, വിജയേട്ടന്റെ കുടുംബം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? നിലവിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് CPMന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി റഫീഖ്, എനിക്ക് തോന്നുന്നു റഫീഖ് എന്നാണ്, റഫീഖും നിലവിൽ ചർച്ചയിൽ വരുന്ന CPM പ്രതിനിധികളും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ റഫീഖും നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ബലദേവും എത്രയോ കൃത്യമായാണ് ബലദേവ് സച്ചിദാനന്ദൻ, BJP സംസ്ഥാന അധ്യക്ഷനും IC ബാലകൃഷ്ണനെതിരെ നടപടി വേണം, MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, രാജിവെപ്പിക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഒരു സീനിയർ അഭിഭാഷകൻ BJP വസന്ത, ഒരു സെക്കൻഡ് വസന്ത അനുവദിച്ചാൽ, ഒരു സെക്കൻഡ് വസന്ത അനുവദിച്ചാൽ ഞാൻ ഒരു സെക്കൻഡ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. നാളെ IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നും IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്, രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റി നാളെ പ്രക്ഷോഭം തുടങ്ങുന്നുണ്ട്. വസന്ത് വീണ്ടും ഈ മരണപ്പെട്ടയാളിനെ ആക്ഷേപിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലുമില്ല സോമേട്ട. നിങ്ങൾ നാളെ ജില്ലാ കമ്മിറ്റി മാത്രമല്ല, നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി സമരം ചെയ്യണം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യണം. BJP എത്രയോ കാലങ്ങളായി സമരം ചെയ്തിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ പോലും സമരം ചെയ്യുന്നില്ല. ഞങ്ങൾക്കെതിരെങ്കിലും സമരം ചെയ്യൂ, ഊർജ്ജസ്വലരാകും, നല്ല കാര്യം. പക്ഷെ ഞാൻ പറയാൻ വന്നത്, നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ നീലിമ അടക്കം, അതിനു മുമ്പ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ അടക്കമുള്ളവർ, അവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം എത്രയോ സവിസ്തരമാണ് ഇതാ IC ബാലകൃഷ്ണന്റെ എതിരെ ഇങ്ങനെ കുറെ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നു. എങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നേ. CPM സ്വന്തമായി കോടതിയും പാർട്ടിയും ഒക്കെയുള്ള പാർട്ടിയല്ലേ? അല്ല, കോടതിയും പോലീസും അന്വേഷണ കമ്മീഷനും മറ്റേ അളക്കുന്ന മിഷനും ഒക്കെ ഉള്ള പാർട്ടിയല്ലേ? നിങ്ങൾ അന്വേഷിക്കുക.
ഞങ്ങൾക്ക് കോടതിയില്ല, ഞങ്ങൾക്ക് പോലീസില്ല. അതുകൊണ്ടാണ് ഈ ആരോപണം വന്നപ്പോൾ തന്നെ IC ബാലകൃഷ്ണൻ പോലീസിനെ സമീപിച്ചത്. കോൺഗ്രസ് പാർട്ടി IC ബാലകൃഷ്ണൻ സമീപിച്ച കോൺഗ്രസ് പാർട്ടി സമീപിച്ചതിന് തുല്യമാണ്. വസന്ത് പറയുന്നത് കേട്ടാൽ ഇന്നലെയാണ് ഇത്തരത്തിൽ IC ബാലകൃഷ്ണനെതിരെ ഒരു ആരോപണം ഉണ്ടായതെന്ന് തോന്നുമല്ലോ. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ആരാണ് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ 20 ലക്ഷവും 10 ലക്ഷം രൂപയും ഒക്കെ വെറുതെ ഒരു മക്കളുടെ നിയമനത്തിനൊക്കെ എടുത്തു കൊടുക്കുന്ന മാതാപിതാക്കൾ ആരെയാണ് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക ഈ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്? പാർട്ടിയെ സമീപിക്കുക, ഒരിക്കലുമല്ല പാർട്ടിയെ സമീപിക്കുക. നീലിമ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മതി. നോക്കൂ, നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചാനന്ദനും പ്രമോദ് വക്കീലും ഒക്കെ പറഞ്ഞല്ലോ, എന്താണ് അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ഇതൊരു സാമ്പത്തിക ഇടപാടാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആരോപിക്കുന്ന പ്രകാരം 1,18,00,000 രൂപയുടെ വ്യത്യസ്ത ആൾക്കാരിൽ നിന്ന് വന്ന സാമ്പത്തിക ഇടപാടാണ്. സ്വാഭാവികമായും IC ബാലകൃഷ്ണന്റെ CDR പരിശോധിക്കണം. അദ്ദേഹം ഒരു MLA അല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ. സ്വാഭാവികമായും അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങൾ കണ്ടെത്താൻ പറ്റും, മിനിറ്റ്സ് ബുക്കുകൾ പരിശോധിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിലേക്ക് പണം എത്തിയിട്ടുണ്ടെങ്കിൽ, 1 രൂപ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു നെല്ലിന്റെ പൈസ എത്തിയിട്ടുണ്ടെങ്കിൽ, അറപ്പര നെല്ലിന്റെ പൈസ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ പോലീസിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അതിന് മൊസാദും വേണ്ട, റോയും വേണ്ട, വേറെ ഒരു ആവശ്യമില്ല. അതിനുള്ള ആർജവം പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിലും ഇത് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞത്. KK എബ്രഹാമിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. 4 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. 4 കോടി രൂപയുടെ തട്ടിപ്പ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്ര കോടിക്കണക്കിന് രൂപ കണ്ടുകെട്ടിയ സാഹചര്യം പോലും ഉണ്ടായില്ലേ? അവിടെയും IC ബാലകൃഷ്ണന്റെ പേര് ഉയർന്നിരുന്നു. ഒരുപക്ഷെ വയനാട്ടിലെ DCCയിലെ തർക്കത്തെ തുടർന്നായിരിക്കാം അദ്ദേഹത്തിന്റെ പേരൊക്കെ ഉയർന്നു വന്നത്. നീലിമ, ഞാൻ നീലിമയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നിലവിൽ ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്? IC ബാലകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് CPM ആണ്. BJP ഉണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞപ്പോൾ BJP ഉണ്ട്. CPM ആണ്, പ്രതിപക്ഷ സംഘടനകളാണ്. പണം നഷ്ടപ്പെട്ട ഒരാളില്ല. വിജയേട്ടന്റെ കുടുംബത്തിന് പരാതിയില്ല. നിങ്ങൾ പറയുന്ന എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെന്റിലെ കൺസേൺഡ് പാർട്ടീസ് ഇല്ല. കൺസേൺഡ് പാർട്ടീസ് പരാതിയുമായി വന്നിട്ടില്ല. പിന്നെ ആരാണ് പരാതി? പാർട്ടി എന്ന് പറയുന്ന റിട്ടയേർഡ് അധ്യാപകൻ പീറ്റർ. ആ പീറ്ററിനെ മാധ്യമങ്ങൾ പോയി കണ്ടു. അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറായില്ല. ഇത്തരത്തിൽ ഉടമ്പടി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നീലിമ, അദ്ദേഹം മൊഴി തരണമെന്നേ. ഇവരുടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തല്ലോ. അതിന്റെ പിന്നിൽ സാമ്പത്തിക ഇടപാടാണോ എന്നത് അന്വേഷിക്കണം. അപ്പോൾ സ്വാഭാവികമായി ഈ നിൽക്കുന്ന എഗ്രിമെന്റ് അന്വേഷണ പരിധിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോ പീറ്ററിനെ പോലീസിന് പോയി കാണാം. നിങ്ങൾ ബൈക്കുമായി പോയപ്പോഴല്ലേ പ്രശ്നം? പോലീസിന് പോയി കാണാം. പോലീസ് പോയി കണ്ടു കഴിയുമ്പോൾ പീറ്റർ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടോ എന്ന് പറയേണ്ടതായി വരും. അന്വേഷണ പരിധിയിലേക്ക് വരട്ടെ. അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പീറ്റർ ആ പണം വിജയേട്ടന് കൈമാറിയോ എന്നത് അന്വേഷിക്കേണ്ടതായി വരും. അങ്ങനെ കൈമാറിയെങ്കിൽ വിജയേട്ടൻ ആ പണം IC ബാലകൃഷ്ണൻ കൊടുത്തോ എന്ന് അന്വേഷിക്കട്ടെ. ഇത് പണ്ടത്തെ പോലെ പറഞ്ഞു വരുന്നത് ആ പണം മുഴുവൻ വിജയന്റെ പോക്കറ്റിലായെന്നാണോ? അല്ല, ഞാൻ ഇപ്പോഴും ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് ഇതാ ഇപ്പോ വരെ വിജയേട്ടൻ എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുന്നത് അദ്ദേഹത്തെ അടുത്ത് അറിയാവുന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, വിജയേട്ടൻ ആ പണം കൈപ്പറ്റിയതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ വിജയേട്ടന്റെ മരണമുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ സ്വന്തം KPCC ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കും വളരെ വൈകാതെ തന്നെ ഈ വിഷയത്തിലും. വിജയേട്ടൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് എന്നാണ് പ്രാഥമികമായി ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഇനി വിജയേട്ടൻ അങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു, അതാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. നീലിമ, വസന്ത അങ്ങനെ പറയും പോലെ തോന്നി, അതുകൊണ്ടാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണോ വിജയേട്ടൻ മരിക്കാനിടയായത്? വിജയേട്ടന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റും രാഷ്ട്രീയ ലാക്കോടുകൂടി ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ശവന്തീനി കഴുകന്മാർ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കും അറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം രാഷ്ട്രീയ ലാഭമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? ഏറ്റവും ആദ്യം ആരോപണവുമായി വന്നത് CPM ആണ്. ഏറ്റവും ആദ്യം വന്നത് ആ CPM വിജയേട്ടൻ അടക്കമുള്ളവർ പരാതി കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കിയവരെ താലോലിച്ച് ആനയിച്ചവരാണ്.